കഴിഞ്ഞ ദിവസം മുൻ BJP MPയും നടനുമായ പരേഷ് റാവലെ അദ്ദേഹത്തിൻ്റെ പുതിയൊരു സിനിമ വരുന്നുണ്ട്. ദി താജ് സ്റ്റോറി എന്നാണ് ആ പടത്തിൻ്റെ പേര്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു മോഷൻ പോസ്റ്റർ പങ്കുവച്ചിരുന്നു. അതിൽ ഈ താജ്മഹലിൻ്റെ താഴികക്കുടം മാറുകയും അതിൽ നിന്നൊരു ശിവക്ഷേത്രം ഉയർന്നു വരുന്ന പോസ്റ്ററിലുണ്ടായിരുന്നു. കൂടാതെ ഇതിൻ്റെ താജ്മഹലിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് വസ്തുതകൾ ഞങ്ങൾ പറയാൻ പോവുകയാണ്. ആ 22 മുറികൾ തുറക്കണ്ടേ എന്നൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. ഈ പോസ്റ്റ് ട്വിറ്ററിൽ പങ്കുവച്ചിരുന്ന ഈ പോസ്റ്റ് പിന്നീട് വിവാദമാവുകയും അത് പിൻവലിക്കുകയും ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുതിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. താജ്മഹലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര വസ്തുതകൾ തന്നെയാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പുതിയ പോസ്റ്റിൽ പറയുന്നത്. ഈ വിഷയമാണ് നമ്മൾ അടുത്തായിട്ട് പരിശോധിക്കുന്നത്. അജിംസ്, താജ്മഹലുമായി ബന്ധപ്പെട്ട് മുമ്പ് തന്നെ നമുക്കറിയാം ഈ സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇതൊരു ശിവക്ഷേത്രമായിരുന്നു, അല്ല 22 മുറികൾ പരിശോധിക്കണമെന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗാൻഡ സിനിമകൾ വന്നുകൊണ്ടിരിക്കുക കൂടിയിട്ടാണ്. ആ ഒരു ഘട്ടത്തിൽ ഇതിനെ പ്രൊപ്പഗാൻഡ പടം, അതിൻ്റെ ഒരു മാർക്കറ്റിംഗ്, അതിനെങ്ങനെയാണ് ഇവർ ഉപയോഗിക്കുന്നത്? ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ട് 1 മാസമായി. ആ ട്രെയിലറിൽ ഒരു കോർട്ട് റൂം ഡയലോഗ് മാത്രമാണുള്ളത്. അതായത് പരേഷ് റാവൽ ജഡ്ജിയോട് വാദിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതായത് നമ്മൾ നമ്മുടെ ചരിത്രത്തെ മറന്നു കളയരുത്. അപ്പോൾ താജ്മഹലിനെ പറ്റി ഡയറക്റ്റായിട്ട് റെഫറൻസ് ഒന്നും ആ ഡയലോഗുകളിലില്ല. അതായത് നമ്മുടെ പാരമ്പര്യം മറന്നു കളയരുത്, ചരിത്രം നമ്മൾ ഓർക്കണം, എന്തൊക്കെയോ ഉള്ള ഒരു ഡയലോഗ്. അതുകൊണ്ടത് അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഈ സാധനം വന്നപ്പോഴാണ്, ഈ ചിത്രം പരേഷ് റാവൽ ഇട്ട് കഴിയുമ്പോഴാണ് ഇതിനെന്താണ് സാധനം, താജ് സ്റ്റോറി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. താജ്മഹലിൻ്റെ ഒരു ഡോം മെല്ലെ പൊക്കിയിട്ട് അതിൻ്റെ അകത്തുനിന്നൊരു ശിവൻ്റെ വിഗ്രഹം പൊങ്ങി വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കേൾക്കുന്ന ഈ താജ്മഹലിനെ കുറിച്ചുള്ള ആ നറേറ്റീവിനെ അനുകൂലിക്കുന്ന ഒരു ചിത്രമാണത്. അതൊരു തേജോ മഹാലയ എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രമായിരുന്നു എന്ന നറേറ്റീവ്. ആക്ച്വലി ഇത് ഒരു പുതിയ നറേറ്റീവ് അല്ല. ഈ നറേറ്റീവ് P.N. ഓക്ക് എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹത്തെ ഒരു എഴുത്തുകാരെന്നോ ഹിസ്റ്റോറിയനെന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ പ്രൊപ്പഗാൻഡകൾക്ക് വേണ്ടി പുസ്തകം എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. 2007 മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ 70കളിൽ വളരെ പ്രശസ്ത മീൻസ് ഇൻവെർട്ടഡ് കോമയിൽ ആ സർക്കിളിൽ പ്രശസ്തമായൊരു പുസ്തകമാണ് ഈ താജ്മഹൽ തേജോ മഹാലയ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ്. ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം, അദ്ദേഹം ഈ ഷാജഹാനാണല്ലോ താജ്മഹൽ നിർമ്മിച്ചത്. അപ്പോൾ ഷാജഹാൻ്റെ ബയോഗ്രഫിയിൽ താൻ എന്താണ് ഈ താജ്മഹൽ പണിയാൻ വേണ്ടി ജയ്സിംഗ് എന്ന് പറയുന്ന രാജാവിൻ്റെ നിന്ന് ഭൂമി വാങ്ങി എന്ന് എഴുതിയിട്ടുണ്ട്. ഭൂമി പണം കൊടുത്ത് വാങ്ങി ആണ് അത് നിർമ്മിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് അദ്ദേഹം ബാക്കി മുഴുവൻ ഫിക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജയ്സിംഗിൻ്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഹിന്ദു രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഷാജഹാൻ ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ട്. ആ ഒരു പോയിന്റിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ പടുത്തുയർത്തുകയാണ് ഒരു വലിയ സ്റ്റോറി. അതൊരു ക്ഷേത്രമായിരുന്നുവെന്നും ആ ക്ഷേത്രം കൺവേർട്ട് ചെയ്ത് താജ്മഹലാക്കി. ഇത് താജ്മഹലിനെ കുറിച്ച് മാത്രമല്ല P.N. ഓക്ക് എഴുതിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക മോണ്യുമെൻ്റൽ ആയിട്ടുള്ള കെട്ടിടങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഈ തിയറിയുണ്ട്. കുത്തബ് മീനാർ അത് ഒരു ഹിന്ദു സ്ട്രക്ചറായിരുന്നു. ഇവിടെ കൊണ്ട് ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു തിയറി ക്രിസ്ത്യാനിറ്റി എന്ന വാക്കുണ്ടായത് കൃഷ്ണനീതി എന്നിൽ നിന്നാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് കൃഷ്ണനീതി. ഒരു പുസ്തകം തന്നെ എഴുതുന്നു. വത്തിക്കാൻ അത് വാടികയായിരുന്നു. കാബ ഒരു ക്ഷേത്രമായിരുന്നു, വേദകാലഘട്ടത്തിലെ ഒരു ക്ഷേത്രമായിരുന്നു. അതിനൊക്കെ മൂപ്പര് ഈ പറയുന്ന തിയറികൾ ഉണ്ടാക്കും. ഈ കാബയുടെ അകത്തൊരു പ്ലേറ്റ് ഉണ്ട്, ഒരു പിഞ്ഞാണം പോലെ. ആ പിഞ്ഞാണത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചലഞ്ച് ചെയ്യാണ്. അവിടെ കൊണ്ടും തീരുന്നില്ല. വെസ്റ്റ്മിൻസ്റ്റർ ആബി നമുക്കറിയാമല്ലോ, UK വെസ്റ്റ്മിൻസ്റ്റർ ആബി എന്ന് പറഞ്ഞാൽ UK പ്രൈം മിനിസ്റ്ററുടെ ഒഫീഷ്യൽ ഇതാണ്, പ്രസിഡൻസ് ഒക്കെ നിൽക്കുന്ന സ്ഥലമാണ്. അത് എന്താണ്, അത് വേദകാലഘട്ടത്തിലൊരു ക്ഷേത്രമായിരുന്നു എന്ന് അദ്ദേഹത്തിന് വാദമുണ്ട്. അതിനുവേണ്ടി പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഹിന്ദു റൂളേഴ്സ് എവിടെ നിന്നുള്ളതിലാണ്? ഇന്തോനേഷ്യ, സുമാത്ര മുതൽ ബാൽക്കൻ പ്രദേശങ്ങൾ വരെ ഭരിച്ചിരുന്ന വലിയ ഭരണം ഉണ്ടായിരുന്നു. അവിടെ ആ പ്രദേശങ്ങളൊക്കെയും ഭാരതീയ സംസ്കൃതിയുള്ള സ്ഥലങ്ങളാണെന്ന് പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ട് ഇതിന് ഹിസ്റ്ററിയൊന്നുമല്ല ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഹിസ്റ്റോറിയന്മാർ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇദ്ദേഹം ഒരു മിത്ത് ഹിസ്റ്റോറിയൻ എന്നാണ്. ഒരു തെളിവും ഒരു റെഫറൻസും ഒന്നും ആവശ്യമില്ല. അതെങ്ങനെ പുസ്തകങ്ങൾ എഴുതി വിടുന്ന ആളാണ്. അദ്ദേഹം മരിച്ചതിൻ്റെ ആ വർഷം തന്നെ ഒരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ഫത്തേപൂർ സിക്രി ഹിന്ദു നാഗരി. അതാണ് ആ പുസ്തകം, ഏറ്റവും അവസാനം ഈ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം രാജസ്ഥാനിലെ BJP സർക്കാർ അവരുടെ ഔദ്യോഗിക ലൈബ്രറിയിലേക്ക് ചേർത്തിരുന്നു. പക്ഷേ പിന്നീട് വന്ന സർക്കാരുകൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര രസമുള്ള ഫിക്ഷണൽ ഹിസ്റ്ററി എഴുതുന്ന ഒരാളായിരുന്നു P.N. ഓക്ക്. P.N. ഓക്കിൻ്റെ അതിൽ നിന്ന് ഉപലബ്ധിച്ചാണ് ഇപ്പോൾ ഇത് വരുന്നതെന്നാണ് അതിൻ്റെ മോഷൻ. ആ പിക്ചർ കാണുമ്പോൾ നമുക്ക് തോന്നും, നമുക്കറിയില്ല സിനിമയിൽ എന്താണെന്നുള്ളതെന്ന്. പക്ഷേ അത്തരം സിനിമകൾക്ക് ഇപ്പോൾ ബോളിവുഡിൽ വലിയ മാർക്കറ്റാണ്. അതിൻ്റെ കാരണം ഒന്ന്, ഈ സിനിമ ഇപ്പോൾ കണ്ടോളൂ, ഇത് ഇറങ്ങുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേക്കുറിച്ച് ട്വീറ്റ് ചെയ്യും. ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾ, മഹാരാഷ്ട്രയോ UP യോ, ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ UP കാരനാണ്.
മൂപ്പര് മോദിയെക്കുറിച്ച് ഇതുപോലൊരു പ്രോപ്പഗണ്ട സിനിമ 2017 ഇറക്കിയിട്ടുള്ള ഒരാളാണ്. മോദി കാക്കാ കി ഗാവ് എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ചിലപ്പോൾ UP സർക്കാരോ മഹാരാഷ്ട്ര സർക്കാരോ അതിന് ടാക്സ് എക്സംഷൻ കൊടുക്കും. റൈറ്റ് വിങ് ഹാൻഡിലുകൾ ഇതിനെ പുകഴ്ത്തിക്കൊണ്ട് കണ്ടോ വലിയ ചരിത്രം, കേരള ഫയൽസിൻ്റെയും കേരള സ്റ്റോറിയുടെയും കശ്മീർ ഫയൽസിൻ്റെയും പിറകത പുതിയ തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് വരും. ഈ 2000 ഈ താജ്മഹൽ തേജോ മഹാലാണെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് സുപ്രീം കോടതിയിൽ വന്നിരുന്നു. ഈ അടുത്തിടയ്ക്കും വന്നിരുന്നു, 2017 മറ്റോ വന്നിരുന്നു. ആ കേസ് വന്നിരുന്നു. സുപ്രീം കോടതി SI തന്നെ തള്ളിക്കളഞ്ഞു. അത്ര ക്ലെയിം ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ ഒരു സർവേ നടത്തണം എന്ന ആവശ്യം ഇപ്പോൾ നമ്മൾ എന്താണ് ഈ ഗ്യാൻവാപ്പിലുണ്ടായതുപോലെ ഒരു സർവേ നടത്തണം എന്ന് പറഞ്ഞൊരു പെറ്റീഷനെ കൊടുക്കുകയും DY ചന്ദ്രചൂഡിനെ പോലെ ഏതെങ്കിലും ജഡ്ജിക്ക് അങ്ങനെ തോന്നുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ താജ്മഹലിലും സർവേ നടക്കുകയും താജ്മഹലിൻ്റെ അടിയിൽ പുരാതന കാലത്തെ ഒരു നോൺ മുസ്ലിം സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയും അതിൽ ക്ലെയിം ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് വലിയ സാധ്യതയുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നോക്കാം, സിനിമ പുറത്തു വരട്ടെ. നിശ്ചയമായി. കഴിഞ്ഞ ദിവസമാണ് ഈ ടൂറിസം മന്ത്രാലയത്തിൻ്റെ ഒരു കണക്ക് വന്നിരുന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയൊരു സ്മാരകം ഈ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഏകദേശം 60 ലക്ഷത്തിലേറെ പേര്, അതിൽ 6 ലക്ഷത്തിലേറെ പേരും വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ്. സ്വാഭാവികമായും ഇത്തരം ഒരു കണക്കുകളൊക്കെ വെച്ചിട്ട് തന്നെയായിരിക്കില്ല താജ്മഹലിനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഒരു പ്രൊപ്പഗാണ്ടയ്ക്ക് ഇരയാക്കുന്ന കൂടിയിട്ട്. അല്ല, താജ്മഹലിനെ ലക്ഷ്യമിടുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതിപ്പോൾ സുകേഷ് പറഞ്ഞ പോലെ ഒരു ദിവസം 1 ലക്ഷത്തോളം ആളുകൾ സന്ദർശിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് താജ്മഹലാണ്. താജ്മഹൽ ലോകത്ത് തന്നെ 7 അത്ഭുതങ്ങളിലൊന്നായി വാഴ്ത്തപ്പെട്ട ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർ 100 വർഷം ഒരു സംഘടന കൊണ്ടു നടന്ന് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി കൊണ്ടു നടക്കുന്നു. ആ സംഘടനയിൽ നിന്ന് വളർന്നു വന്ന നരേന്ദ്രമോദിജി നാട് ഭരിക്കുന്നു. അപ്പോൾ ലോകത്തിന് മുമ്പിൽ ഒരു ഹിന്ദു രാഷ്ട്രം, ഹിന്ദു സംസ്കൃതിയുടെ ഭൂമിക എന്ന നിലയ്ക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ നോക്കുമ്പോൾ ലോകത്തെ ഇന്ത്യയെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് താജ്മഹലാണ്. ഇന്ത്യയിൽ പോയാൽ എന്തുണ്ട് കാണാൻ എന്നന്വേഷിച്ചാൽ താജ്മഹൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് വരും. ആ താജ്മഹൽ ആരുണ്ടാക്കിയതാണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് ഉണ്ടാക്കിയത് ഷാജഹാൻ എന്ന് പറയുന്ന ഒരാളാണ്. അയാളുടെ പത്നിയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഹിന്ദു രാഷ്ട്രമായ ഇന്ത്യയിൽ താജ്മഹൽ ഉണ്ടാക്കിയ ഷാജഹാനോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇന്ത്യയിൽ മുഗളന്മാരുണ്ടായിരുന്നുവെന്നും അവരുടെ കാലത്ത് നമ്മുടെ സാമ്പത്തിക മേഖല വളരെ പുഷ്ടിപ്പെട്ടിരുന്നെന്നും അവരൊരുപാട് ചരിത്ര സംസ്കൃതികൾ മന്ദിരങ്ങൾ ഉണ്ടാക്കിയിരുന്നെന്നും അവരിവിടെ റൂളേഴ്സ് ആയിരുന്നുവെന്നും അവരുടെ കൂടെ ചരിത്രം അലിഞ്ഞു കിടക്കുന്നതാണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് വരും. അത് സംഘിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായി ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാ പ്രധാനപ്പെട്ട മന്ദിരങ്ങളും ഭൂമികകളുമെല്ലാം അത് ഹിന്ദുത്വവുമായി ചേർന്ന് കിടക്കുന്നതാവണം എന്ന പ്രശ്നമാണ് മുമ്പിലുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം എന്താണ്? ഇത് പൊളിച്ചു കളയുന്നുള്ളതാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു വലിയ മന്ദിരം അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീപ്പ് തർക്കത്തിൽപ്പെടുത്തി പൊളിച്ചു കളയുക അത്ര എളുപ്പമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് രണ്ടാമത് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് അതിനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുക. നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി പെയിൻറ്റ് മാറ്റി അടിക്കുക എന്ന് പറയുന്ന പണിയെടുക്കാൻ പറ്റുമോ? അത് നമ്മളുണ്ടാക്കിയതാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ രാജാക്കന്മാരുണ്ടാക്കിയതാണ്, നമ്മുടേതായിരുന്നു, അത് പേര് മാറ്റിയതാണ് ഷാജഹാൻ എന്ന് സ്ഥാപിക്കാൻ പറ്റുമോ എന്നാണ് അവരിപ്പോൾ നോക്കുന്ന കാര്യം. അതിനവർ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പല രീതിയിലുള്ള മാർഗ്ഗങ്ങൾ തേടുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞാൽ അതിനകത്ത് 7 8 തുറക്കാത്ത മുറികളുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിലെ B നിലവറ പോലെ. അപ്പോൾ അതിനകത്ത് ASI തന്നെ പറഞ്ഞു അങ്ങനെ തുറക്കാത്ത മുറികളൊന്നും അതിനകത്തില്ല. എല്ലാ മുറികളും എല്ലാ വീക്കിലി അവർ ക്ലീൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ദുരൂഹമായ മുറികളെന്ന് പറയുന്ന സംഗതികളൊന്നുമില്ല. എന്തെങ്കിലും ഒരു കാരണം ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ പോയി ഒരു ഹർജി കൊടുക്കുക. അപ്പോൾ അലഹാബാദ് ഹൈക്കോടതിയിൽ നേരത്തെ അജിംസ് പറഞ്ഞാൽ ഈ ഹർജി വരികയും കോടതി എടുത്ത് കളയുകയും ചെയ്താണ്. ആവശ്യമില്ലാത്ത കേസ് കൊണ്ട് വരരുതെന്ന് പറഞ്ഞിട്ട് കോടതി തള്ളിക്കളഞ്ഞു. സത്യത്തിൽ അങ്ങനെയാണ് ഇന്ത്യയിലെ കോടതികൾ ചെയ്യേണ്ടത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാൻവാപ്പി മസ്ജിദിൽ സർവേ നടത്താൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോകുന്നു. കോടതി സമ്മതിക്കുന്നു. ഇത് തെറ്റാണെന്ന് ഇങ്ങനെ അനുവദിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പോകുന്നു. സുപ്രീം കോടതിയിൽ അന്ന് DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിൽ അത് അന്വേഷിച്ചോട്ടെ എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു പള്ളി, ഒരു ക്ഷേത്രം, ഒരു പള്ളി ഞങ്ങളുടേതാണെന്ന് അവകാശം ഉന്നയിച്ച് ഏതെങ്കിലും ഒരാൾ വന്നാൽ അങ്ങനെ നിങ്ങളുടേതാണെന്ന് അവകാശം ഉന്നയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ട് തെളിവ് എന്നാണ് കോടതി ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം. അപ്പോൾ അയാൾ പറയുകയാണ് എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, പക്ഷേ കുഴിച്ച് നോക്കിയാൽ തെളിവ് കിട്ടും. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ കുഴിക്കാനിരിക്കുകയല്ല എന്നാണ് കോടതികൾ പറയേണ്ടത്. പക്ഷേ DY ചന്ദ്രചൂഡ് എന്ത് പറഞ്ഞു? ശരി, നിങ്ങൾക്ക് തെളിവ് കിട്ടുമെങ്കിൽ കുഴിച്ച് നോക്കിക്കോളൂ. ഒരു മുസ്ലിം പള്ളിക്കകത്ത് നിങ്ങൾ സർവേ നടത്തിക്കോളൂ, പരിശോധന നടത്തിക്കോളൂ, തെളിവുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോളൂ. അങ്ങനെ തെളിവ് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ഒരു ഏജൻസി അല്ല, ഒരു സ്ഥാപനമല്ല കോടതി. ആരെങ്കിലും തെളിവുമായിട്ട് വന്നാൽ കോടതിക്ക് നോക്കാം, ഇങ്ങനെ തെളിവുകൾ കാണുന്നുണ്ടല്ലോ, പരിശോധിക്കണമല്ലോ. അപ്പോൾ ഈ DY ചന്ദ്രചൂഡിൻ്റെ ലോജിക്ക്, അല്ലെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ ഗ്യാൻവാപ്പി പള്ളിയുമായി ബന്ധപ്പെട്ട അവിടുത്തെ പ്രാദേശിക കോടതിയുടെ ലോജിക്ക്, അലഹാബാദിലെ അന്നത്തെ കോടതി ഈ താജ്മഹലിൻ്റെ കേസുമായിട്ട് പോയാലും താജ്മഹലിൻ്റെ കേസുമായിട്ട് സുകേഷ് പോവാണ്. താജ്മഹൽ ഒരു പഴയ തേജോ മഹാലയാണ്, കുഴിച്ചാൽ തെളിവ് കിട്ടുമെന്ന് പറഞ്ഞാൽ പഴയ ചന്ദ്രചൂഡിൻ്റെ ലോജിക്ക് വെച്ചാൽ കുഴിക്കാം. നാളെ മുതൽ ASIയോട് കുഴിക്കാൻ തന്നെ പറയാം. പക്ഷേ ഇന്ത്യയുടെ ഒരു നാണക്കേട് ഒഴിവായി. ASI അതിനകത്ത് കുഴിക്കേണ്ട കാര്യമൊന്നുമില്ല, അധികമാർ പറയുന്നത് മണ്ടത്തരാണ് എന്ന് പറഞ്ഞു. കോടതിയും ആ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചു. കോടതി ഇപ്പം അതിൻ്റെ മേലേക്ക് കളിക്കേണ്ട എന്ന് ഒരു ഉത്തരവ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അതിന് മേലൊന്നും ഇല്ലാതിരിക്കുകയാണ്.
പക്ഷേ ഇത് ഇവർക്ക് എപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഘടകമാണ്. ഇത് യോഗി ആദിത്യനാഥ് സർക്കാർ ആദ്യം വന്നിട്ട് അവരുടെ ടൂറിസം ഭൂപടവുമായി ബന്ധപ്പെട്ട ഒരു ലീഫ്ലെറ്റ് പുറത്തിറക്കിയപ്പോൾ അതിനകത്ത് ആഗ്രയിലെ ഈ സംഗതി ഇല്ല, ഇതില്ലാതെ പുറത്തിറക്കി. കാരണം താജ്മഹൽ എന്ന പേര് അതിൻ്റെ ഒരു ശില്പ മാതൃകയാണുള്ള ഒരു മുസ്ലിം മോസ്കിൻ്റെയൊക്കെ സ്വഭാവം അതിനുണ്ട്. പിന്നെ ഷാജഹാൻ എന്ന് പറഞ്ഞ മുഗളന്മാരുടെ ചരിത്രം അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരം സംഗതികളെല്ലാം ഉത്തർപ്രദേശിൽ ഇന്നലെ ഒരു പള്ളി വിളിച്ചു കണ്ടോ, 10 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു പള്ളി ഇന്നലെ പൊളിച്ചു കളഞ്ഞു. 10 വർഷം മുമ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് നിയമപരമായ പ്രശ്നമില്ല. ആ 10 വർഷം അവിടെ കറണ്ട് ബില്ലൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ നിയമപരമായ പ്രശ്നമില്ല. ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഈ ഐ ലവ് മുഹമ്മദ് എന്നുള്ള പോസ്റ്ററിന് പിന്നാലെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പ്രതികാര നടപടിയായിട്ടൊരു ഭരണകൂടം മുന്നോട്ട് പോകുന്നത് നമ്മൾ പലതരത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പൊളിക്കാൻ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും പെയിൻറ്റ് മാറ്റി കാവ്യടിക്കാൻ പറ്റുമോ എന്നുള്ള ആലോചന നടത്തുകയാണ്. പരിഹാസ്യമാണ് നമ്മൾ കാണേണ്ട കാര്യം. പുതിയ തലമുറ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളുടെയാണെന്ന് എല്ലാം അവകാശവാദം ഉന്നയിക്കുക. പിന്നെ നിരന്തരം ഏതെങ്കിലും സ്ട്രക്ചറിന്മേലൊരു പ്രശ്നം നിലനിർത്തണമല്ലോ. ഇത് കഴിഞ്ഞു പോയാൽ പോയില്ലേ, കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പെട്രോളിൻ്റെ വില എത്രയും ചോദിക്കില്ലേ, അരി എവിടെ തൊഴിൽ എവിടെയും ചോദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് താജ്മഹലോ കുത്തബ് മിനാറോ ഏതെങ്കിലും ഒരു വിഷയത്തിന്മേൽ കോടതി വ്യവഹാരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയായിട്ടോ എന്തെങ്കിലുമൊക്കെ വൃത്തിയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ അറ്റൻഷൻ എങ്ങനെ മാറ്റാമെന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ ജനത്തിന് മടുക്കുമായിരിക്കും. ബോളിവുഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. അതിനിങ്ങനെ നശിക്കാനാണ് വിധി. അതെ, എന്നാലും ഈ പോപ്പുലർ സിനിമകൾ മുൻനിർത്തി കൂടിയിട്ട് മറ്റൊരു ചരിത്രം അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗാണ്ട തീർത്തുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ നിലവിലെ ഇന്ത്യയിൽ. തുഷാർ അമിത് ഗോയൽ എന്നൊരു സംവിധായകനാണ് ഈ താജ് സ്റ്റോറിയുടെ ഡയറക്ടർ. അതുകൊണ്ട് തന്നെ ഈ പുള്ളിയാണെങ്കിൽ നേരത്തെ തന്നെ മോദിയെ പുകഴ്ത്തിയിട്ടുള്ള ഒരു ചിത്രം കൂടിയിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊപ്പഗാണ്ട ചിത്രമാണെന്ന് നമ്മളൊക്കെ സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല.